Hi all, welcome to Lecture School Plus. This is Viroshna, your economics faculty. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബേസ് ആയിട്ടുള്ള ഇക്കണോമിക്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമി. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമി എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ഇക്കോണമി എന്താണെന്ന് നോക്കാം. So an economy is a system by which goods and services are produced, distributed and consumed. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, കൺസ്യൂം ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സ്, അതിൻ്റെ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കൺസ്യൂം ചെയ്യുക, ഈ മൂന്ന് ഫങ്ഷൻസും വരുന്നത് ഇക്കണോമിക്സിലെ ഒരു പ്രോബ്ലം ഓഫ് ചോയ്സിൻ്റെ പാർട്ടായിട്ടാണ്. ഇക്കണോമിക്സിലെ ബേസിക് പ്രോബ്ലമായ പ്രോബ്ലം ഓഫ് ചോയ്സ്. പ്രോബ്ലം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ സ്കാസ് റിസോഴ്സസ് വെച്ച് ആൾക്കാരുടെ അൺലിമിറ്റഡ് നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഈ അൺലിമിറ്റഡ് റിസോഴ്സസിനെ എങ്ങനെ ഡിഫറെൻ്റ്ലി അലോക്കേറ്റ് ചെയ്ത് എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് ചെയ്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ പറഞ്ഞത്. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ, ഈ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യണം, ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പിന്നെ ആൾക്കാർ എന്ത് ചെയ്യണം, ഇത് കൺസ്യൂം ചെയ്യണം. ഈ മൂന്ന് പ്രോസസ്സുമാണ് ഒരു ഇക്കോണമിയിൽ നടക്കുന്നത്. ഈ മൂന്ന് പ്രോസസ്സും നടക്കുന്ന ഒരു സിസ്റ്റത്തെ നമുക്ക് എന്ത് പറയാം, ഇക്കോണമി എന്ന് പറയാം. ഇക്കോണമിയിൽ എന്തൊക്കെ നടക്കുന്നത്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്, കൺസംഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, മേക്കിംഗ് തിങ്സ് ഓർ പ്രൊവൈഡിങ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ദോസ് തിങ്സ് ഓർ സർവീസസ്, തിങ്സ് പറഞ്ഞാൽ ഗുഡ്സ്, ടു വേർ ദേ ആർ നീഡഡ്, നമ്മൾ ആർക്കാണ് ആവശ്യമുള്ളത് അവരിലേക്ക് അത് എത്തിക്കുക, അതാണ് ഡിസ്ട്രിബ്യൂഷൻ. കൺസംഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഓഫ് ബിസിനസ് യൂസിങ് ഓർ ബൈയിങ് ദം, ഇതിന് പർച്ചേസ് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് കൺസംഷൻ എന്ന് പറയാം. അപ്പോൾ ഇതൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ ഇത് നടക്കുമ്പോൾ നമ്മൾ അതിനൊരു ഇക്കോണമി എന്ന് പറയും. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്കോണമി. ബേസിക്കലി നമുക്ക് 3 ടൈപ്സ് ഓഫ് ഇക്കോണമി ഉണ്ടെന്ന് പറയാം. ഒന്നാമത്തെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, രണ്ടാമത്തത് സോഷ്യലിസ്റ്റ് ഇക്കോണമി, മൂന്നാമത്തത് മിക്സ്ഡ് ഇക്കോണമി. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയെ നമ്മൾ ഒരു പേരും കൂടി പറയും, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റ് ഇക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. തേർഡ് വൺ മിക്സ്ഡ് ഇക്കോണമി. ഈ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ നമ്മൾ പറഞ്ഞ 3 പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ തന്നെ കൺസംഷൻ, ഈ മൂന്നിൻ്റെ ഡിസിഷൻസ് എടുക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ അതോറിറ്റിയാണ്. അതുകൊണ്ട് അതിൻ്റെ പേര് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ അതോറിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ ഈ 3 പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഇൻപുട്സും ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രലി പ്ലാൻഡ് ഒരു അതോറിറ്റിയുടെ കയ്യിലായിരിക്കും. ആൾക്കാർക്ക് ഇൻഡിവിജ്വലായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എല്ലാ ഇൻപുട്സും, റോ മെറ്റീരിയൽസും, ലേബറേഴ്സും, ക്യാപിറ്റലും എല്ലാം ആരുടെ കയ്യിലിരിക്കുന്നത്, ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. The important decision regarding production, exchange and consumption of goods and services are made by government. Government അല്ലെങ്കിൽ ഒരു സെൻട്രൽ പ്ലാൻഡ് അതോറിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കളക്റ്റീവ് പീപ്പിൾ എന്ന് പറയാം. ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് അവിടെ ഓണർഷിപ്പ് എടുക്കാൻ പറ്റില്ല, എല്ലാവരും കൂടിയുള്ള ഒരു ഓണർഷിപ്പിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ആ സെൻട്രൽ പ്ലാൻഡ് എക്കോണമി എന്താ ശ്രദ്ധിക്കുന്നത്, മേ ട്രൈ ടു അച്ചീവ് എ പെർട്ടിക്കുലർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് കോൺസിക്വൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്കാസ് റിസോഴ്സസ് എങ്ങനെ ആൾക്കാരുടെ എല്ലാ നീഡ്സ് ആൻഡ് വാൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എങ്ങനെ എഫക്റ്റീവിൽ അലോക്കേറ്റ് ചെയ്യാം, അതാണ് നമ്മുടെ ബേസിക് ഇക്കണോമിക് പ്രോബ്ലം. അത് ആര് സോൾവ് ചെയ്യും, ഇവിടെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൻട്രൽ അതോറിറ്റി സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയും. ഇത് നമ്മളൊരു പേരും കൂടി പറയും, സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയും. രണ്ടാമത്തത് മാർക്കറ്റ് ഇക്കോണമി. അപ്പോൾ മാർക്കറ്റ് ഇക്കോണമിയിൽ വരുമ്പോഴേക്കും ഇവിടെ എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത് പ്രൈവറ്റ് പേഴ്സൺസ്. അവിടെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഡെസിഷൻസ് എടുക്കുന്ന പ്രൈവറ്റ് പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റോ മെറ്റീരിയൽസ്, ലേബറേഴ്സ്, ഇതൊക്കെ ഓൺ ചെയ്യുന്ന ആരായിരിക്കും, പ്രൈവറ്റ് പേഴ്സൺസ് ആയിരിക്കും. ഇപ്പോൾ പ്രൈവറ്റ് പേഴ്സൺസിൻ്റെ കയ്യിലാണ് ഈ ഇൻപുട്സ് ഒക്കെ ഇരിക്കുന്നത്. ഇത് വെച്ച് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഡിസിഷൻസ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞ പ്രൈവറ്റ് പേഴ്സൺസ് ആണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻസ് വരുന്നത് മാർക്കറ്റ് ഫോഴ്സസിൻ്റെ ബേസിലാണ്, ഒരു പ്രൈസിൻ്റെ ബേസിൽ. അപ്പോൾ പ്രൈസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഗുഡ്സിന് ഡിമാൻഡ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. പ്രൈസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ സാധനം കിട്ടാനില്ല, ആൾക്കാർ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ സെല്ലർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പ്രൈസിൻ്റെ ബേസിലാണ് അവർ ഡെസിഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബേസ്ഡാണ് അവിടെ
ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് നടന്നു പോകുന്നത്. ഇപ്പം ഇൻ മാർക്കറ്റ് ഇക്കോണമി ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഓർഗനൈസ്ഡ് ത്രൂ ദ മാർക്കറ്റ്. മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സ് അല്ലെങ്കിൽ പ്രൈസ് മെക്കാനിസം. ഇൻ മാർക്കറ്റ് സിസ്റ്റം ഓൾ ഗുഡ്സ് ഓർ സർവീസസ് കം വിത്ത് എ പ്രൈസ്. അപ്പോൾ ഈ പ്രൈസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിസിഷൻസ് വരുന്നത്. അറ്റ് വിച്ച് ദ എക്സ്ചേഞ്ച് ടേക്സ് പ്ലേസ്. ദ പ്രൈസ് റിഫ്ലെക്ട്സ് ദ സൊസൈറ്റീസ് വാല്യുവേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ പ്രൈസ് കണ്ടു കഴിഞ്ഞാലാണ് അവിടെ ഡെസിഷൻസ് വരുന്നത്. ഇതിനെ നമ്മൾ ഇൻവിസിബിൾ ഹാൻഡ് എന്നും കൂടെ പറയും. ഒരു ഇൻ്റർഫിയറൻസും ഇല്ലാതെ അവിടെ പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ പോലെയുള്ള ഡെസിഷൻസ് നടന്നു പോകുന്നുണ്ട്. ഇതാണ് മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മിക്സ്ഡ് ഇക്കോണമി എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ 2 ഇക്കോണമിയുടെ മിക്സ് ആണ് മിക്സ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ. റിയാലിറ്റിയിൽ നമുക്ക് ഈ പ്യോർ ഫോം ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയോ പ്യോർ ഫോം ഓഫ് സോഷ്യലിസ്റ്റ് ഇക്കോണമിയോ നമുക്ക് കാണാൻ പറ്റില്ല. ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഏറ്റവും നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് USA ഒക്കെ പറയാം. അതേപോലെ തന്നെ സോഷ്യലിസ്റ്റിന് നിയറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചൈന ഒക്കെ പറയാം. പക്ഷെ പ്യോർ ഫോമിൽ അവിടെ ഇല്ല. ഫുള്ളി ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതോ ഫുള്ളി പ്രൈവറ്റ് പേഴ്സൺസ് ഉള്ളതോ ആയ ഒരു ഇക്കോണമി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? മിക്സ്ഡ് ഇക്കോണമിയാണ് ശരിക്കും ഇരിക്കുന്നത്. മിക്സ്ഡ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഇക്കോണമീസ് അല്ലെങ്കിൽ റിയാലിറ്റിയിൽ എല്ലാ ഇക്കോണമീസും എന്താണ് മിക്സ്ഡ് ഇക്കോണമീസ് ആണ്. ഇപ്പോൾ മിക്സ്ഡ് ഇക്കോണമിയിൽ ദർ എക്സിസ്റ്റ് ബോത്ത് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇൻ്റർഫിയറൻസും ഉണ്ട്, പ്രൈവറ്റ് പേഴ്സൺസിൻ്റെ ഇൻ്റർഫിയറൻസും ഉണ്ട്. ഇപ്പോൾ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയായിരിക്കും? മാർക്കറ്റ് ഫോഴ്സസ് ആണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഡിസിഷൻ എടുക്കുന്നത് അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സസും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ 2 പേരുടെ ഡിസിഷൻസ് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഗവൺമെൻറ് ആൻഡ് അതർ ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ഇൻഡിവിജ്വൽസ്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഡിസിഷൻ മാർക്കറ്റ് ഫോഴ്സസ് വെച്ച് നമുക്ക് ഡിസിഷൻസ് നടക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യും. അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ എല്ലാവരുടെ കയ്യിലേക്കും പ്രൊഡക്ട്സ് എത്തുന്നില്ല, ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാവർക്കും കിട്ടുന്നില്ല എന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻ്റർഫിയർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. സോ വിത്ത് ഹെൽപ്പ് ഓഫ് പ്ലാനിങ് കമ്മീഷൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ പാർട്ടിൽ നിന്ന്, പ്ലസ് പ്രൈസ് മെക്കാനിസം, ഇത് രണ്ടും വെച്ച് നമ്മുടെ ഇക്കണോമിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നു. ഇതാണ് 3 ടൈപ്പ് ഓഫ് ഇക്കോണമി. ഇക്കോണമി ഈസ് എ സിസ്റ്റം വേർ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ ടേക്സ് പ്ലേസ്. ഇത് നമുക്ക് 3 തരത്തിലുള്ള 3 ഇക്കോണമീസ് ഉണ്ട്. 3 ഇക്കോണമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഇസ് സെൻട്രലി പ്ലാൻഡ് അതോറിറ്റി ഇക്കോണമി ഓർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സോഷ്യലിസ്റ്റ് ഇക്കോണമി, സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓർ സോഷ്യലിസ്റ്റ് ഇക്കോണമി. രണ്ടാമത് നമ്മൾ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഓർ മാർക്കറ്റ് ഇക്കോണമി. മൂന്നാമത്തത് മിക്സ്ഡ് ഇക്കോണമി. ഇന്ത്യ ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ്. ലോകത്തുള്ള ഒരു മെജോറിറ്റി കൺട്രീസ് മിക്സ്ഡ് ഇക്കോണമിയാണ്. പക്ഷെ നമുക്ക് ക്യാപിറ്റലിസ്റ്റിൻ്റെയും സോഷ്യലിസ്റ്റിൻ്റെയും ഒരു നിയർ ഫോംസ് നമുക്ക് ചില കൺട്രീസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് ഇക്കോണമി. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടുത്ത ഇതുപോലെ ഒരു വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.